ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ സെറ്റ് പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ കുറവാണല്ലേ? സെറ്റ് പരീക്ഷയ്ക്ക് ദിവസം കുറവാണ്. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്ക് ദിവസം കുറവായതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ ഇനി കുറച്ച് ദിവസം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. ആ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും, അതാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കിയേ. അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഏരിയകളും കവർ ചെയ്ത് കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിർബന്ധമാണ്. കാരണം എങ്ങനെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കണം. നമ്മളെ സിലബസ് നമ്മളെ കയ്യിൽ വേണമല്ലേ? സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം നമ്മൾ വലിച്ചു വാരി പഠിച്ചൊരു കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള എക്സാമിന് പഠിക്കുമ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക? ഇത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ളൊരു ടൈം ടേബിൾ ആയിരുന്നു ഞാൻ വന്നിരിക്കുന്നത്. നോക്കിയേ, 60 ഡേ ടൈം ടേബിൾ അല്ലേ? 60 ദിവസം കൊണ്ട് എങ്ങനെയാണ് നോക്കിയേ. ഇവിടെ നോക്കാം. ഒന്നാമത്തെ ദിവസം നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ, അതായത് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് അല്ലേ? മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഒന്നാം ദിവസം യൂണിറ്റ് 1 മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാം ദിവസം എന്തൊക്കെ പഠിക്കും? ബേസിക് കോൺസെപ്റ്റ്, ഡെവലപ്മെന്റ് മാനേജ്മെന്റ് തോട്ട്, അതുപോലെ ട്രഡീഷണൽ മാനേജ്മെന്റ് വെസസ് മോഡേൺ മാനേജ്മെന്റ് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചു. ഡേ രണ്ടാമത്തേല് മാനേജ്മെന്റ് പ്രധാനപ്പെട്ടതായ ഫങ്ഷൻസ് അല്ലേ? എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇതാ രണ്ടാം ദിവസം പഠിച്ചു. മൂന്നാമത്തെ ദിവസം ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ പഠിച്ചു. ദെൻ നാലാമത്തെ ദിവസം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിച്ചു. പിന്നീട് അഞ്ചാമത്തെ ദിവസം സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞാലോ ആറാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ചെയ്ത് ഏഴാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് എക്സാം നടത്തുന്നു. എന്തിനാ റിവിഷനും യൂണിറ്റ് എക്സാമും? അതായത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ചത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഓർമ്മയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിവിഷൻ. അത് പ്രോപ്പറായിട്ടത് പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് അവിടെ പ്രോപ്പറായിട്ടുള്ള യൂണിറ്റ് എക്സാം. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കും. ഇതേപോലെ തന്നെ മൊഡ്യൂളിൽ ഒന്നാകെ എന്ത് ചെയ്തു, ഇത്ര ദിവസം കൊണ്ട് പ്രോപ്പറായിട്ട് പഠിക്കാമെന്ന രീതിയിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും റിവിഷൻ മൊഡ്യൂൾ എക്സാം. ഇങ്ങനെ നമ്മളെ മുന്നിൽ 60 ദിവസം കൊണ്ട് നമ്മളെ യൂണിറ്റ് അല്ലേ, അതായത് എല്ലാ യൂണിറ്റുകളും നമ്മളെ സിലബസിൽ, കൊമേഴ്സ് സിലബസിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ യൂണിറ്റുകളും നമ്മൾ എത്ര ദിവസം കൊണ്ട്, 47ാമത്തെ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് യൂണിറ്റ് എക്സാം നടത്തി. 48ാമത്തെ ദിവസം മുതൽ 60ാമത്തെ എക്സാം വരെ അവിടെ പ്രോപ്പറായിട്ടും റിവിഷൻ എക്സാം, വീണ്ടും അവിടെ പ്രോപ്പറായ റിവിഷൻ എക്സാം, വീണ്ടും റിവിഷൻ ഒന്നാമത്തെ മോഡൽ എക്സാം, പിന്നീട് വീണ്ടും റിവിഷൻ രണ്ടാമത്തെ മോഡൽ എക്സാം. അങ്ങനെ 2 മോഡൽ എക്സാം, പിന്നീടോ അനവധി അല്ലേ, അനവധി അവിടെ എന്തുണ്ട്, റിവിഷൻ എക്സാം, പിന്നെ ഒരുപാട് റിവിഷൻ ഡേ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മൾ ഈ 60 ഡേ ടൈം ടേബിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 60 ഡേ കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ യൂണിറ്റുകളും കവർ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ടാണ് ഈ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫെബ്രുവരി മാസത്തിലെ സെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 60 ദിവസം കൊണ്ട് ഒരേ ഒരു ലക്ഷ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ പഠിച്ചാലാണ് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 60 ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്നുകൂടി എഴുതാം എത്രയാണ് ബോർഡ് നമ്പർ എന്നുള്ളത്. 97 46 45 55 14 അല്ലേ, ബോർഡ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 60 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് വരാനിരിക്കുന്ന പരീക്ഷ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ നേടിയെടുക്കാം. അപ്പോൾ നമ്മളെ സെറ്റുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ ചാനൽ ത്രൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൂടാതെ സെറ്റുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ 60 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.